കൊടൈക്കനാലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡെൻഡലിയിൽ നിന്ന് ഡെൻഡലിയിൽ നിന്ന് തേനിക്ക് വന്ന് തേനി റോഡിൽ നിന്ന് ഞങ്ങൾ കൊടൈക്കനാലിലോട്ട് തിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ അവിടുന്ന് വിട്ട് ഇവിടെ വന്ന് റൂം എടുത്ത് സ്റ്റേ ചെയ്ത് രാവിലെ ഇറങ്ങിയൊക്കെയാണ് കൊടൈക്കനാലിൽ വന്നിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്തു. ഇനിയിപ്പോൾ രാവിലെ കൊടൈക്കനാലിലെ ഗുണ കേവ് കാണാനായിട്ട് ഞങ്ങൾ പോവാം. സുഭാഷ് വീണത് പോയി കണ്ടിട്ട് വരാം. മാത്രമല്ല ബാക്കി എല്ലാ സ്ഥലവും പോകുന്നുണ്ട്. നോക്കാം. എക്സാക്ട്ലി എന്ന് പറയാൻ പറ്റില്ല. ഊട്ടിയിലേക്കാളും ഊട്ടിയുടെ ഊട്ട് തന്നെ ആയിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് കൊടൈക്കനാല്. യെസ്. പുതിയ മഴക്കോളൊന്നും ഇല്ല. ഭയങ്കര ഞാൻ ഈ കണ്ണാടി വെച്ചിട്ടാണ് മൂടി കെട്ടി തിരിച്ചു. നമ്മുടെ കൂടെ വേറൊരു അതിഥിയും കൂടെ ഉണ്ട്. അപ്പു എസ് നായറും കൂടെ ഉണ്ട്. അപ്പുച്ചുമോനുണ്ട്. അപ്പുച്ചുമോന് അയ്യോ അപ്പുച്ചുമോന് പേടിയാ. നോക്കൂ, ഇതാണ് എന്റെ അപ്പുച്ചുമോൻ. ഇത് മഞ്ഞുമൽ ബോയ്സാണ്. സിനിമ കാരണം ഒരു സിനിമയും കൊണ്ട് ഒരു സിനിമയും ഇറങ്ങിയിടത്ത് നമ്മൾ ഇറക്കൂലായിരിക്കും. അവിടെ അവരൊക്കെ ഇറങ്ങാൻ പറ്റില്ലായിരുന്നല്ലോ. അവരത് 2 hours മാത്രം അത് ഷൂട്ട് ചെയ്യാനായിട്ട് അവിടെ ആ ഒരു ഏരിയ. പിന്നെ മൊത്തം സെറ്റ് അല്ലേ, ഗേറ്റ് ഓപ്പൺ ചെയ്തല്ലോ. എന്ത് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് പോയത്. അതിന്റെ പേരെന്താ മറന്നു. ഏത് ഡയറക്ടർ ചിദംബരം. നമ്മൾ ആദ്യം ഗുണക്കേവ് ഇപ്പൊ അല്ലേ, അതോ ഗുണക്കേവ് അങ്ങ് തീർക്കാം ആദ്യം അല്ലേ? എല്ലാം നമ്മള് പോകുന്ന വഴി ഏതാദ്യം അപ്പൊ എല്ലാം 10 to 4 PM മാത്രമേ ഉള്ളൂ. അതാ വന്നേ. ഗൈസ്, അപ്പം ഈ കൊടൈക്കനാലിൽ പോകുന്ന വഴിക്കായിട്ട് ഞങ്ങൾ നിർത്തിയാണ് ഇവിടെ വണ്ടിയെ. ഇവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു കുറച്ച് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് കയറിയാൽ നല്ല വ്യൂസാണ്. ഏകദേശം തേനി താഴ്വാരം മൊത്തം കാണാം. നമ്മളിതിൻ്റെ ഈ റോഡിൽ കൂടെയാണ് വന്നത്. കുറച്ച് അപ്പുറത്ത് മാറ്റി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ കയറിയത്. നല്ല കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇപ്പോൾ താഴെ കാണുന്നത് ചെറിയൊരു ഡാമാണ്. അതിൻ്റെ പേരറിയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കയറുന്നതിന് ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്. ഇപ്പോൾ ഇങ്ങോട്ട് അടുക്കുംതോറും റോഡിൽ ഭയങ്കര ട്രാഫിക്. ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടെന്ന്. ഇതെങ്ങോട്ടുള്ളതാണ്? മഹാലക്ഷ്മി ടെമ്പിൾ, സിദ്ധി സായിബാബ. എൻ്റെ ഇതിലുള്ളതാ, ലിസ്റ്റിലുള്ളതായിരുന്നു അതൊക്കെ. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇത്രയും ആൾക്കാരാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? വലിയ നമുക്ക് തിരിച്ചു പാത്രാനെ ഉമ്മാരെ ഇങ്ങനെയുള്ളമാരെ കുളവാക്കുന്നേ. കാരന്മാരാന്ന് പറഞ്ഞാൽ വണ്ടി തന്നെയല്ലേ എല്ലാരും. പിന്നെ ബാക്കിയുള്ളവരെന്താ ഫൂളുകളാണോ ഈ ക്യൂ നിൽക്കുന്നവരൊക്കെ? ഗൈസ്, ഏകദേശം 10:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയതാണ് ഗൈസ് കൊടൈക്കനാലിൽ. ഇത് തന്നെ അവസ്ഥ.
വണ്ടികളെല്ലാം ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ഇന്ന് കൊടൈക്കനാലിൽ എത്തിയിട്ടുണ്ട്. ഈ മഞ്ഞത്തൊന്നും കാണാൻ പറ്റില്ല. അവരെടുപ്പെടുത്ത പോലെ നമ്മളെടുത്തു അല്ല, ഇപ്പൊ ഈ സിനിമ കാരണം ഇത് ഭയങ്കര ഫേമസ് ആയി. ഇപ്പൊ എല്ലാണോ ഇങ്ങോട്ട് പിടിച്ചേക്കുവാ മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട്. ഗൈസ്, ഒരു വിധത്തിൽ ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. അങ്ങ് താഴെ എവിടെയോ റോഡരികിൽ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വന്നതാണ്. എന്തുവാണെന്നറിയില്ല ഇവിടുത്തെ അവസ്ഥ. എന്ത് പടി ഇത്? ഇത് എന്ത് പടി ഇത്? എന്താ ദൈവമേ! ഇവിടുന്ന് വല്ലതും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ? ആ, ഇവിടെ നടന്നേ. അപ്പോൾ ഗൈസ്, ഇതിലെയാണ് മഞ്ഞുമൽ ബോയ്സ് കയറുകൊണ്ടൊക്കെ ആ മഴയെ തോടിയത്. അതുപോലെ ഇവിടെ ഈ വേരുകൾക്കിടയിലാണ് ചന്തു, സലീംകുമാറിൻ്റെ മകൻ ഇരിക്കുന്നതായിട്ട് കാണിച്ചത്.
അപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം രാവിലെ 10:30 ഇവിടെ എത്തിയതാണ് കൊടൈക്കനാലിൽ. ഭയങ്കര ട്രാഫിക് ജാമായിരുന്നു, പാർക്കിംഗ് സ്ഥലമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത് ഗുണാക്കേവാണ്. 10:30 ഞങ്ങൾ കൊടൈക്കനാലിൽ എത്തിയതാണ്. ഗുണാക്കേവ് എത്തിയപ്പം ഏകദേശം 3:30 അവിടെ വേറൊന്നും കൂടുതൽ കാണാൻ പറ്റിയില്ല. എല്ലാം 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലോസും ആവും. എന്നാൽ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഇവിടെ റൂമുകളൊന്നും കിട്ടുന്നില്ല, എല്ലാം ബുക്കഡാണ്. ഭയങ്കര ആൾക്കൂട്ടമായിരുന്നു ഇത്തവണ ഇവിടെ. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. വെക്കേഷനൊക്കെ ഉള്ള സമയത്ത് വരരുത്, ഈ സീസൺ സമയത്ത് ഇവിടെ വരികയേ ചെയ്യരുത്. എങ്ങും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഓക്കെ.